അനധികൃത ധനസമ്പാദനത്തിന്റെ പേരിൽ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം. പാർലമെന്റ് അംഗം റിയാദ് അൽ അദസാനിയാണ് ആവശ്യമുന്നയിച്ചത്. കള്ളപ്പണക്കേസിൽ നടപടിയെടുത്തില്ലെങ്കിൽ ധനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ കുറ്റവിചാരണ നടത്തുമെന്നും റിയാദ് അൽ അദസാനി വ്യക്തമാക്കി. 2 സിറ്റിംഗ് എംപിമാർ, ഒരു മുൻ എംപി, ഒരു വ്യാപാരി എന്നിവരുടെ വിവരങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി റിയാദ് അൽ അദസാനി എംപി പറഞ്ഞു. കുറ്റാരോപിതരുടെ പേര് വെളിപ്പെടുത്താതെയാണ് പാർലമെന്റ് അംഗം ഇക്കാര്യം അറിയിച്ചത്. 4 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ അസ്വാഭാവികമായി വലിയ തുക വന്നു ചേർന്നതായാണ് പരാതി. 2016 തുടക്കത്തിലും 2017 ഒക്ടോബറിലുമായാണ് ഒരാളുടെ അക്കൗണ്ടിൽ 11.7 ദശലക്ഷം ദിനാർ വന്നു ചേർന്നത്. ഇതേ അക്കൗണ്ടിൽ തന്നെ 10 ദശലക്ഷം ദിനാറിന് മുകളിലുള്ള സംശയകരമായ ഇടപാടും നടന്നിട്ടുണ്ട്. 20 ലക്ഷം ദിനാർ പണമായി പിൻവലിച്ചിട്ടുമുണ്ട്. 2013 പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്കും കാരണം വ്യക്തമാക്കാതെ 6 ലക്ഷം ദിനാർ വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്റെ പക്കലുണ്ടെന്നും റിയാദ് അൽ അദസാനി അവകാശപ്പെട്ടു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിന്റെ വിദേശ കരുതൽ ധനശേഖരത്തിൽ വൻ വർധന. $10 കോടി വർധനവാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രേഖപ്പെടുത്തിയത്. ഖത്തർ നാഷണൽ ബാങ്കിന്റെ പ്രതിമാസ അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ $10 കോടി വർധനവാണ് രാജ്യത്തിന്റെ വിദേശ കരുതൽ ധനശേഖരത്തിലുണ്ടായത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ $4,930 കോടി ആയിരുന്ന വിദേശ മൂലധന സമ്പത്ത് ഇക്കഴിഞ്ഞ ജനുവരിയോടെ $4,940 കോടിയായി ഉയർന്നു. 8 മാസത്തെ ഇറക്കുമതിക്ക് തുല്യമായ തുകയാണിതെന്നും QNBയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ ആസ്തിയിൽ ഇക്കഴിഞ്ഞ മാസം 2.2%, നിക്ഷേപത്തിൽ 3.6% വാർഷിക വളർച്ചയുണ്ടായി. അതേസമയം വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപത്തിൽ ഇടിവ് രേഖപ്പെടുത്തി. 0.3% വാർഷിക കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ സ്വകാര്യ പൊതുമേഖലാ നിക്ഷേപങ്ങളിലും സ്വദേശി നിക്ഷേപത്തിലും വർധനവുണ്ട്. $380 കോടി ഫെബ്രുവരിയിലെ വിദേശ വ്യാപാര മിച്ചം. മീഡിയ 1, ദോഹ. കുവൈത്തിൽ അവശ്യവസ്തുക്കളുടെ വില നിരീക്ഷിക്കുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നു. ഓരോ ഉൽപ്പന്നത്തിന്റെയും വിവിധ സ്ഥാപനങ്ങളിലെ വില ഉപഭോക്താവിന് വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതാണ് ആപ്പ്. 500 ഉൽപ്പന്നങ്ങളുടെ വില ആപ്പ് വഴി വിലയിരുത്താൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖാലിദ് അൽ റൗദാൻ അറിയിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഖാലിദ് അൽ റൗദാൻ. കുറഞ്ഞ വിലക്ക് ഉൽപ്പന്നം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഉപഭോക്താക്കൾക്ക് കഴിയുന്നതോടെ വിപണിയിൽ മത്സരം കടുക്കും. ഇത് വില കുറക്കാൻ കച്ചവടക്കാരെ നിർബന്ധിതരാക്കും. കോപ്പറേറ്റീവ് സ്റ്റോറുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള ആപ്ലിക്കേഷൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വില നിരീക്ഷണത്തിന് മന്ത്രാലയത്തിന് സ്ഥിരം സംവിധാനമുള്ളതായും 9 എമർജൻസി സ്ക്വാഡുകൾ ഉൾപ്പെടെ 30 സംഘങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്താറുണ്ടെന്നും വ്യക്തമാക്കിയ മന്ത്രി ഉപഭോക്താക്കൾക്ക് 135 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ പരാതി അറിയിക്കാമെന്നും കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ചൂടുകാലം തുടങ്ങിയതോടെ ഈത്തപ്പനകളുടെ പരാഗണകാലമാണ് സൗദി അറേബ്യയിലെ ബുറൈദയിൽ. ഇവിടെ ഈത്തപ്പന പൂക്കുല വിൽക്കുന്ന പ്രസിദ്ധമായ ചന്തയുമുണ്ട്. പൂമ്പൊടി അടക്കം ലഭിക്കുന്ന ആ ചന്തയുടെ വിശേഷങ്ങൾ കാണാം ഇനി. സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്നും 300 കിലോമീറ്റർ അകലെ ബുറൈദയിലാണ് ഈ ചന്ത. ഈ ചന്തയിലേക്ക് സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർഷകർ എത്തുന്നു. പൂമ്പൊടിയും പൂക്കുലകളും ഇവിടെ വിൽപ്പനക്കുണ്ട്. ലേലം ചെയ്താണ് വിൽപ്പന. ഈത്തപ്പന പൂക്കളിൽ ഇപ്പോൾ പരാഗണക്കാലമാണ്. മനുഷ്യന്റെ മധ്യസ്ഥതയിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. കർഷകർ തോട്ടത്തിൽ വെച്ച് ആൺ ഈത്തപ്പനയുടെ പൂങ്കുല വെട്ടിയെടുത്ത് അവ ചില്ലകളായി വേർപ്പെടുത്തുന്നു. ശേഷം ഓരോന്നും പെൺ പൂങ്കുലയിൽ പൊതിഞ്ഞുകെട്ടും. ഇതോടെ പരാഗണ പ്രക്രിയ ദിവസങ്ങൾക്കകം പൂർത്തിയാകും. മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈത്തപ്പനക്ക് മാത്രമാണ് മനുഷ്യർ ഈ ഈത്തപ്പന പരാഗണത്തിന് സഹായിക്കാറുള്ളത്. മറ്റുള്ള സസ്യങ്ങളെല്ലാം സ്വന്തമായി വായുവിലൂടെയാണ് പരാഗണം നടത്താറുള്ളത്. എന്നാൽ ഈത്തപ്പന അതിന് വച്ച് കെട്ടിയ രീതിയിലാണ് പരാഗണം നടത്തിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ഈത്തപ്പന വിരിയുന്നതും ഏറ്റവും നല്ല തരത്തിലുള്ള ഈത്തപ്പഴം ഉണ്ടാകുന്നതും അൽഖസീമിലെ ഈത്തപ്പനകളിൽ നിന്നാണ്. 50 ഡിഗ്രിയോളം എത്തുന്ന അന്തരീക്ഷ ഊഷ്മാവും അടിച്ചു വീശുന്ന തീക്കാറ്റുമാണ് തമർ എന്ന അറബി പേരിൽ അറിയപ്പെടുന്ന മധുരക്കനിയെ പാകപ്പെടുത്തുന്നത്. UAE-യിലെ ഇത്തിസലാത്ത് ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിൽ 5G സേവനം ലഭ്യമാകാൻ 2 മാസം കൂടി. ജൂണിൽ 5G ശൃംഖല പൂർണ്ണമായി സജ്ജമാകും. 5G സംവിധാനത്തിനുള്ള കാത്തിരിപ്പിലാണ് കുറേ കാലമായി UAE-യിലെ ഉപഭോക്താക്കൾ. ഏതായാലും ഇനി 2 മാസം കൂടി കാത്തിരുന്നാൽ മതി ലക്ഷ്യ സാക്ഷാത്കാരത്തിന്. അതോടെ സ്മാർട്ട് ഫോണുകളിൽ 5G ലഭ്യമാകുമെന്ന് ഇത്തിസലാത്ത് ഗ്രൂപ്പ് ചീഫ് ഖലീഫ അൽ സംഷി അറിയിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ച അറബ് മീഡിയ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5G ശൃംഖല പൂർണ്ണമായി സജ്ജീകരിച്ചതായും ജൂണോടെ മൊബൈൽ ഫോണുകളിൽ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
5G സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ വികസനത്തിന് ടെലികോം കമ്പനികളും സജ്ജമാവുകയാണ്. എല്ലാ മേഖലകളിലും കൂടുതൽ വലിയ മുന്നേറ്റം അതോടെ ഉണ്ടാകുമെന്നാണ് ടെലികോം കമ്പനികളുടെ പ്രതീക്ഷയും. മീഡിയ 1 ദുബൈ. യുഎയിൽ നടന്ന ഉത്ഖനനത്തിലൂടെ വിലപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തി. UAE ടൂറിസം പുരാവസ്തു വകുപ്പിന് ചുവടെ ഉമ്മുൽ ഖുവൈനിലാണ് ഉത്ഖനനം നടന്നത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തെന്ന് കരുതുന്ന 15 കുടീരങ്ങൾ, ആവാസ ബാക്കിവെപ്പുകൾ, വെങ്കലപാത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയാണ് ഉമ്മുൽ ഖുവൈനിൽ നടന്ന ഉദ്ഖനനത്തിലൂടെ കണ്ടെത്തിയത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തെ നാണയങ്ങളും കണ്ടെടുത്തവയിൽ ഉൾപ്പെടുമെന്ന് വകുപ്പ് മേധാവി ആലിയ അൽ ഗഫ്ലി പറഞ്ഞു. ക്രിസ്തുബ്ദത്തിന്റെ തുടക്കത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തെ നാണയങ്ങൾ അറേബ്യൻ ഉപദ്വീപുകളിൽ വ്യാപകമായിരുന്നുവെന്ന നിഗമനം ഏറെ ബലപ്പെടുത്തുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ. മലീഹ, ഷാർജ എന്നിവിടങ്ങളിൽ സമീപകാലത്തായി നടന്ന ഉദ്ഖനനങ്ങളിലൂടെയും ഇതിലേക്ക് വെളിച്ചം വീശുന്ന നാണയങ്ങളും മുദ്രകളും കണ്ടെത്തിയിരുന്നു. ഉമ്മുൽ ഖുവൈനിലും പരിസര പ്രദേശങ്ങളിലും പുരാവസ്തു വകുപ്പുമായി ചേർന്ന് കൂടുതൽ ഉദ്ഖനനങ്ങളും ഗവേഷണവും നടത്താനാണ് UAE ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ഉമ്മുൽ ഖുവൈൻ. കേരളത്തിൽ ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ മതേതര വിശ്വാസികൾ ഒന്നിക്കണമെന്ന ദുബൈ IMCC സംഘടിപ്പിച്ച ചർച്ചാ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് കുഞ്ഞാവ്കുട്ടി ഖാദർ അധ്യക്ഷത വഹിച്ചു. NM അബ്ദുള്ള, M റിയാസ് തിരുവനന്തപുരം, PM ഫാറൂഖ് അതിഞ്ഞാൽ, ബക്കർ ഗുരുവായൂർ, ഖാദർ ആലമ്പാടി, മുസ്തു ഏരിയാൽ എന്നിവർ സംസാരിച്ചു. സൗദിയിലെ ഖസീം പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പരിപാടി ജിദ്ദ നവോദയ മുഖ്യരക്ഷാധികാരി VK റൌഫ് ഉദ്ഘാടനം ചെയ്തു. വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായി സമ്മതിദാനാവകാശം നിർവഹിക്കണമെന്നും കേരളത്തിൽ ഇടതുപക്ഷത്തെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. ഖസീം പ്രവാസി സംഘം പ്രസിഡന്റ് CC അബൂബക്കർ അധ്യക്ഷനായി. പരിപാടിയിൽ ജനറൽ സെക്രട്ടറി പർവീസ് തലശ്ശേരി, മുജീബ് കുറ്റിച്ചിറ, ഷാജി വയനാട്, മനാഫ് ചെറുവട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ബുറൈദ. പ്രവാസി സാംസ്കാരിക വേദി ജിദ്ദയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഷെഫീഖ് ഓൺലൈൻ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ മതനിരപേക്ഷ ചേരിയുടെ ഐക്യം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ തടയാൻ ഏറ്റവും വലിയ മതേതര കക്ഷിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശാല ജനാധിപത്യ മുന്നണി അധികാരത്തിൽ എത്തേണ്ടതുണ്ടെന്ന് KA ഷഫീഖ് പറഞ്ഞു. പ്രവാസി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KTA മുനീർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി കൈക്കൊണ്ട നിലപാട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമെന്നും രാജ്യത്തിന്റെ ഭാവി മുന്നിൽ കണ്ട് ജാഗ്രതയോടെ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ജനാധിപത്യം നിലനിന്നു കാണുക എന്നത് മാത്രമാണ് വെൽഫെയർ പാർട്ടി തീരുമാനത്തിന്റെ താൽപര്യമെന്ന് പ്രവാസി സാംസ്കാരിക വേദി യാംബോ മേഖലാ പ്രസിഡന്റ് സോജി ജോക്കബ് അഭിപ്രായപ്പെട്ടു. പാർട്ടി പിന്തുണക്കുന്ന മുന്നണിയെ വിജയിപ്പിക്കുന്നത് ദൌത്യമായി ഏറ്റെടുത്ത് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അധ്യക്ഷത വഹിച്ച ജിദ്ദ പ്രസിഡന്റ് റഹീം ഒതുക്കുങ്ങൽ പറഞ്ഞു. നിസാർ ഇരട്ടി, MP അഷ്റഫ്, ഓവുങ്ങൽ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ജിദ്ദ. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡോക്ടർ അബ്ദുസലാം കണ്ണിയൻ പ്രസിഡന്റായും ലിയാഖത്ത് കരിങ്ങാടൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ട്രഷററായി അഷ്റഫ് എടവണ്ണയെയും തെരഞ്ഞെടുത്തു. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വിൽഫ്രഡ് ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. സൗദി ദമാമിലെ IT രംഗത്തുള്ള മലയാളി പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപീകരിച്ചു. IT എക്സ്പേർട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ദമാം എന്ന പേരിലാണ് കൂട്ടായ്മ. റിയാസ് അഹമ്മദ് കൺവീനറായും റഷീദ് ഉമർ, ബഷീർ രാമനാട്ടുകര, അഹമ്മദ് അബ്ദുൽ ബാസിദ്, സാബിർ കണ്ണൻ തൊടി എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയും നിലവിൽ വന്നു. കൂട്ടായ്മയുടെ വിപുലമായ സംഗമം ഏപ്രിൽ 30 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജിദ്ദയിൽ സംഘടിപ്പിച്ച TCF FSN ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. കലാശ പോരാട്ടത്തിൽ റോയൽ ഫൈറ്റേഴ്സിനെ 7 വിക്കറ്റിന് തകർത്ത് യങ് സ്റ്റാർ ചാമ്പ്യന്മാരായി. റോയൽ ഫൈറ്റേഴ്സ് ടീമിലെ മുഹമ്മദ് ഷമാസിനെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. ഒരു മാസക്കാലമായി ജിദ്ദയിൽ നടന്നു വന്നിരുന്ന TCF FSN ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് വർണ്ണശബളമായ പരിപാടികളോടെ സമാപനം. ഉത്സവ പ്രതീതി ഉണർത്തിയ ഫൈനൽ ദിന പരിപാടികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം പങ്കെടുത്തു. വെടിക്കെട്ടിന്റെയും പൂത്തിരിയുടെയും അകമ്പടിയോടെ നടന്ന ടീമുകളുടെ മാർച്ച് പാസ്റ്റ് ശ്രദ്ധേയമായി. ഫൈനൽ മാച്ചിൽ യങ് സ്റ്റാർ ടീം റോയൽ ഫൈറ്റേഴ്സിനെ 5-ന് 92 റൺസ് എന്ന സ്കോറിൽ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഇത് രണ്ടാം തവണയാണ് യങ് സ്റ്റാർ TCF ടൂർണമെന്റിൽ ചാമ്പ്യന്മാരാവുന്നത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി റോയൽ ഫൈറ്റേഴ്സ് ടീം അംഗം മുഹമ്മദ് ഷമാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ബാറ്റ്സ്മാൻ സെയ്ദ് ഹുസൈൻ റസ്വി, ബെസ്റ്റ് ബൌളർ മുഹമ്മദ് ബിലാൽ, ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വി, ബെസ്റ്റ് ഫീൽഡർ മുഹമ്മദ് അംജദ് ഇനായത്ത് തുടങ്ങിയവരും തെരഞ്ഞെടുക്കപ്പെട്ടു. അഫ്സൽ ബാബു ആദിരാജ, അബ്ദുൽ നാസർ അബു ഹറാബ്, മുഹമ്മദ് താഹിർ അൽ മുർസി തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ.
ദേശീയ മതേതര ബദലിന് തടസ്സം നിൽക്കുന്നത് കേരളത്തിലെ CPM ആണെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് CPM ആണെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാത്തത് നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മതേതര ബദലിനാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. ഇതിന് CPM കേരള നേതൃത്വം തുരങ്കം വയ്ക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM നേതാക്കന്മാരും ദേശീയ മതേതര മുന്നണിയെ തുരങ്കം വെക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ UDFന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണുള്ളതെന്നും 20-ൽ 20 സീറ്റ് മുന്നണി നേടുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷ പങ്കുവച്ചു. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടിയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ നേതൃത്വം എവിടെ മത്സരിക്കണം, എവിടെ മത്സരിക്കാതിരിക്കണം, ഇതൊന്നും ഞങ്ങളുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങളെ അല്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ CPM ഇടപെടുന്നുവെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി G സുധാകരൻ പ്രതികരിച്ചത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിയുടെ അവിശ്വാസമാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആ സ്ഥാനം ഒഴിയണം KPC പ്രസിഡന്റ്. കാരണം അഖിലേന്ത്യാ നേതൃത്വത്തെ അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുകയാണ്. ഞങ്ങളെയല്ല ആക്ഷേപിച്ചത്. കാരണം രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലെന്നും ആരെങ്കിലും പറയുന്നതാണ് കേൾക്കുന്നതെന്നും ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ KPC പ്രസിഡന്റ് പറഞ്ഞു. അതാണ് മാഷ് പറഞ്ഞത്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് INL ലയിച്ചു. കോഴിക്കോട് നടന്ന ലയന സമ്മേളനം INL ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. PTA റഹീം MLA ലയന പ്രഖ്യാപനം നടത്തി. ഇടതുമുന്നണി നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ലയന സമ്മേളനം. LDF കൺവീനർ A വിജയരാഘവൻ, CPI സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KT ജലീൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. LDF will give us honor to represent the Muslim community as well as other weaker sections through INL in LDF. That opportunity, that tawfiq has been given, and they felt the need of it, and we proved our credentials. We proved our credentials of association. INL-ഉം NSC-യും ദീർഘകാലമായി ഇടതുമുന്നണിയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ഇടതുമുന്നണിയിൽ ഘടകകക്ഷിയായ INL ലയനത്തോടെ കൂടുതൽ ശക്തമാവും. ഇതോടെ ഇടതുമുന്നണിയിൽ 2 MLA-മാരുള്ള പാർട്ടിയായി INL മാറി. 2 അംഗങ്ങളുള്ള NCP-ക്കും ഒരംഗം മാത്രമുള്ള കോൺഗ്രസ് എസിനും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുള്ളപ്പോൾ 2 MLA-മാരുള്ള INL-നു കൂടി മന്ത്രിസ്ഥാനം നൽകാൻ LDF നിർബന്ധിതരാവും. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കോഴിക്കോട്.